ബാഴ്സലോണയുടെ പ്രാന്തപ്രദേശങ്ങളിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. പൊടിപിടിച്ച ആ വഴിയിൽ കീറിപ്പറിഞ്ഞ ഷൂ ഇട്ട് ഒരു കൊച്ചു പയ്യൻ പന്തുമായി അഭ്യാസം കാണിക്കുകയാണ്. ഒപ്പം കളിക്കുന്നവരെക്കാൾ വളരെ ചെറുതാണവൻ. പക്ഷേ അവന്റെ കാലുകൾക്ക് പന്തിനോടുള്ള വഴക്കം ആരെയും അമ്പരപ്പിക്കും. വെയിലും മഴയും ഒന്നും അവന് പ്രശ്നമായിരുന്നില്ല. ചില ദിവസങ്ങളിൽ വിശപ്പ് അവനെ തളർത്തും. പക്ഷേ അവന്റെ കണ്ണുകളിൽ അപ്പോൾ ഒരു വലിയ സ്വപ്നത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. കളി കഴിഞ്ഞ് തളർന്ന് ആ തെരുവിലെ ഒരു ചെറിയ കടയുടെ വരാന്തയിൽ അവനിരിക്കും. വിശപ്പുകൊണ്ട് വയറിങ്ങനെ കത്തിക്കാളുന്നുണ്ടാവും. പക്ഷേ അന്നത്തെ ദിവസം ആ കടയുടമ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ച് നിറഞ്ഞ കണ്ണുകളോടെ അവൻ ആ കടയുടമയോട് പറഞ്ഞു, ഒരു നാൾ ഞാൻ ലോകം മുഴുവൻ കാണുന്ന വലിയ ഒരു സ്റ്റേഡിയത്തിൽ പന്ത് കെട്ടും. അന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും വിശപ്പറിയാത്ത ഒരു ജീവിതം ഞാൻ സമ്മാനിക്കും. കാലം കടന്നുപോയി. വർഷങ്ങൾക്കിപ്പുറം ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന 2024 യൂറോ കപ്പ് ഫൈനൽ. സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. ഗാലറി നിറയെ ആരവമാണ്. കളിക്കളത്തിൽ ലോകം വാഴ്ത്തുന്ന വമ്പൻ പ്രതിരോധ നിരക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ആ 17-കാരൻ പന്തുമായി കുതിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രതിരോധത്തിലെ വമ്പന്മാരെ ഒരു നിസ്സാരക്കാരനെ പോലെ ഡ്രിബിൾ ചെയ്ത് വെട്ടിച്ച് അവൻ ബോക്സിന് മുന്നിലേക്ക് പന്തെത്തിച്ചു. അവിശ്വസനീയമായ കൃത്യതയോടെ നിക്കോ വില്യംസിന് നൽകിയ ആ നിർണായക അസിസ്റ്റ് സ്പെയിനെ വിജയത്തിലേക്ക് നയിച്ച ഗോളിന്റെ തുടക്കം. ടൂർണമെന്റിൽ ഉടനീളം അത്ഭുതങ്ങൾ തീർത്ത ആ യുവതാരത്തിന്റെ ഓരോ ചലനത്തിലും ബാഴ്സലോണയിലെ ആ പഴയ തെരുവിന്റെ വീര്യമുണ്ടായിരുന്നു. കളി അവസാനിച്ചപ്പോൾ ആ 17-കാരന്റെ കുസൃതിച്ചിരിയിലും നിശ്ചയദാർഢ്യത്തിലും ഫുട്ബോൾ ലോകം ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചത് ഒരു ചരിത്രത്തിന്റെ ഉദയമായിരുന്നു. അതെ, വിശപ്പടക്കാൻ പാടുപെട്ട ആ കൊച്ചുപയ്യൻ ഇന്ന് ലോക ഫുട്ബോളിന്റെ പുതിയ രാജകുമാരനാണ്. അവനാണ് ലമിൻ യമാൽ.